പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആദ്യമായി സ്വാഗതം. ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ ഞാൻ കാരണം പറഞ്ഞു, ഇതുപോലെ അളിയൻ്റെ ഒരു മരണം, അതിൻ്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അടുത്ത ആഴ്ചകളുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായിട്ട് നമുക്ക് വീഡിയോയുമായിട്ട് എന്നും എത്തുന്നതാണ്. കാരണം പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാനിത് പറയുന്നത്. അപ്പം ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, ലാലേട്ടൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു. വേറെയൊന്നുമില്ല, L366 തരൺമൂർത്തിയുടെ ചിത്രത്തിൻ്റെ ഒരു രക്ഷയില്ലാത്ത സാധനം. കുറച്ച് ദിവസമായിട്ട് ലാലേട്ടൻ്റെ താടി പഠിച്ചതിന് ശേഷം ലാലേട്ടൻ പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം തന്നെ ഒരു ലാലേട്ടൻ തരംഗമായി മാറുന്നത് നമ്മൾ കണ്ടു. അതാണല്ലോ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എപ്പോഴും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. മാതൃഭൂമിയുടെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ലാലേട്ടൻ്റെ പ്രസംഗവും അതുപോലെ ലാലേട്ടൻ്റെ ഇരിപ്പും നടപ്പും എല്ലാം തന്നെ വൈറലായിക്കൊണ്ടേയിരിക്കുക. ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത്. ഇതിനിടയിൽ ലാലേട്ടൻ ഓട്ടോയിൽ വന്നിറങ്ങുന്നതും ഒക്കെ ഇത് പെട്ടെന്ന് വൈറലായി. ലാലേട്ടൻ എന്ത് ചെയ്താലും അത് വൈറലാകുന്നു. പക്ഷെ അതെല്ലാം ഈ L366 എന്ന ചിത്രത്തിന് വളരെയധികം പ്രയോജനം ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഒരു ചിത്രം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ചിത്രം ജനങ്ങളിലേക്ക് എത്തുക, അതെനിക്ക് തോന്നുന്നു പ്രമോഷൻ്റെ ഭാഗമായിട്ട് തന്നെ താടി പഠിച്ചത് തന്നെ അത് ഭയങ്കര ഹൈപ്പായി. മോഹൻലാലിൻ്റെ കഥാപാത്രം ലവ് ലാഞ്ചൻ എന്ന് പറയുന്ന കഥാപാത്രം, ലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥാപാത്രം. പക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ചൊരു ബാബ കല്യാണി പോലെ വായിക്കൊള്ളാത്തൊരു പേര് ഒക്കെ ലാലേട്ടൻ ഇങ്ങനെ വരുമ്പം ലാലേട്ടൻ നിറഞ്ഞാടുന്നതൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ രീതിയിലുള്ള കഥാപാത്രമല്ല എന്ന് ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. സാധാരണ ഒരു ചെരുപ്പൊക്കെ ഇട്ടുണ്ട്, കയ്യിൽ ഷൂവും അതുപോലെ കയ്യിൽ ബാഗും ഒക്കെ ഇട്ട് അല്പം വളഞ്ഞു നിൽക്കുന്ന ലാലേട്ടനെ നമുക്കിത് കാണാം. അപ്പം ഒരു കാരണവശാലും ബാബ കല്യാണി പോലുള്ള ഒരു കഥാപാത്രമല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അല്പം തമാശയും അല്പം ലവ് ട്രാക്കും ഒക്കെ പിടിക്കുന്നൊരു കഥാപാത്രമായിട്ട് ഒരുപക്ഷെ ലാലേട്ടൻ്റെ കഥാപാത്രം മാറും എന്ന് തോന്നുന്നു. പലപ്പോഴും പോലീസ് കഥാപാത്രങ്ങളിലൊന്നും ലാലേട്ടൻ തിളങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഒരു അപവാദം എന്ന് പറഞ്ഞാൽ ബാബ കല്യാണി മാത്രമേ ഉള്ളൂ. പക്ഷേ ലാലേട്ടൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത് മീശയൊക്കെ പിരിച്ച് മുണ്ടൊക്കെ മടക്കി കുത്തി വരുന്ന ലാലേട്ടനെ നമ്മൾ 100% ഇഷ്ടപ്പെടും. പല പോലീസ് വേഷത്തിൽ ലാലേട്ടൻ അത്രമേൽ പെർഫെക്റ്റ് അല്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു മാറ്റം തന്മൂർത്തി നൽകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം ലാലേട്ടൻ്റെ ചിത്രങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് തന്മൂർത്തി തുടരി എന്ന ചിത്രമായി വരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നത്. തുടരിനെ പറ്റി നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഒരു വശത്ത് വമ്പൻ ബഡ്ജറ്റ് ഇറക്കുന്ന എമ്പുരാൻ വരുന്നു, മറ്റൊരു തലത്തിൽ 20-25 കോടി മുടക്കി തരൺമൂർത്തി ഇറക്കുന്ന തുടരും വരുന്നു. അവസാനം തുടരും കാണിച്ചു തന്നൊരു മാജിക്കുണ്ട്, ഒരു വല്ലാത്ത ലെവൽ ലാലേട്ടനിലേക്ക് കൊണ്ടുപോകും. തരൺമൂർത്തി ഒരു ചിത്രത്തിൽ ലാലേട്ടനുമായിട്ട് എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ തന്നെയാണ് ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഹൈപ്പ്. പിന്നെ ലാലേട്ടൻ ഈ ചിത്രത്തിന് വേണ്ടി താടിയെടുക്കുന്നു. താടിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ലുക്ക് അങ്ങ് വൈറലാണ്. ലാലേട്ടൻ എവിടെ പോയാലും അത്. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്ന് സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു തരംഗം തന്നെയാണ്. ലാലേട്ടൻ്റെ ഇരിപ്പും നിപ്പും നടപ്പും എല്ലാം തന്നെ കണ്ടന്റ് ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഈ ചിത്രത്തിന് അത് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് തോന്നുന്നു. ലാലേട്ടൻ എന്ത് ചെയ്താലും, ഓട്ടോയിൽ കയറിയാലും അതുപോലെ ഹോസ്പിറ്റൽ സന്ദർശിച്ചാലും ഇതൊക്കെ വൈറലായിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതിനിടയിലാണ് ഈ ലവ് ലാഞ്ചൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ എത്തുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ പേര് തന്നെ ഒരു പ്രത്യേകത. അപ്പം ലാലേട്ടൻ നമ്മളെ വിസ്മയിക്കാൻ വേണ്ടി എത്തുന്നു. പിന്നെ തരൺമൂർത്തിയെ പറ്റി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞോളൂ, തരൺമൂർത്തി ചുമ്മാതൊന്നും ലാലേട്ടനെ ഒരു പോലീസ് ഓഫീസർ കഥാപാത്രമായിട്ട് എടുക്കാൻ സാധ്യതയില്ല. അതിലെന്തെങ്കിലുമൊക്കെ പുതുമ കാണും. മനസ്സ് മോഹൻലാൽ ആരാധകൻ്റെ മനസ്സാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ട്. കാരണം മോഹൻലാലിനെ എങ്ങനെ ആരാധകൻ കാണാൻ ഇഷ്ടപ്പെടുന്നു ആ രീതിയിലാണ് തരൺമൂർത്തി നമുക്ക് മുമ്പിൽ തരുന്നത്. അതുതന്നെയായിരിക്കും ഈ ചിത്രത്തിലും സംഭവിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. ഏതായാലും വല്ലാത്ത ലുക്കായിപ്പോയി കേട്ടോ. ലാലേട്ടാ പൊളിച്ചു എന്ന് പറഞ്ഞാൽ മതി. അപ്പം തരൺമൂർത്തിയുടെ ചിത്രത്തിലെ ഈ പോസ്റ്റർ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.